ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വികാസ് ഭാരത് സംരക്ഷൺ യാത്രാ പരിപാടി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഉദ്ഘാടനം ചെയ്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ മനുശ്ശേരി KM ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച VBSY പരിപാടി കേന്ദ്ര ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് മന്ത്രി ഹർദീപ് സിംഗ് പുരി ഉദ്ഘാടനം ചെയ്തു. ചില കാര്യങ്ങൾ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. My experience, I am older than most of you people present here. എൻ്റെ അനുഭവം, ധാരാളം ആൾക്കാർ എന്നേക്കാൾ അനുഭവ സമ്പന്നരായിട്ട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. That whenever a government scheme എപ്പോഴാണോ ഒരു ഗവൺമെന്റിന്റെ പദ്ധതികൾ is captured through the form of street art and puppeteering, എപ്പോഴാണോ ഗവൺമെന്റിന്റെ പദ്ധതികൾ മായ തോൽപ്പാവ കൂട്ടുപോലെ കലകളിലൂടെ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നത്, then it has moved from being a government project to being a people's scheme. അപ്പോഴാണ് ഈ ഗവൺമെന്റ് പദ്ധതി എന്നുള്ളത് ജനങ്ങളുടെ പദ്ധതിയായി മാറുന്നത്. So I want to congratulate Padma Shri Ramachandra Pulava. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പത്മശ്രീ രാമചന്ദ്ര പുലവരെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. Not only because that show today, which is a family inherited art, was able to capture these schemes of Modi ji. അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരാഗതമായി തന്നെ ഈ കല പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോദിജിയുടെ പദ്ധതികളാണ് ഇന്ന് അദ്ദേഹം കലയിലൂടെ പെർഫോം ചെയ്തത്. പരിപാടിയുടെ ഭാഗമായി മേരി കഹാനി, മേരി സുബാനി വിഭാഗത്തിന്റെ ഭാഗമായി ഉജ്ജ്വല യോജന, NULM, PM സ്വനിധി എന്നിവ ഉൾപ്പെടെ വിവിധ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായും അദ്ദേഹം സംവദിച്ചു. ചടങ്ങിൽ വെച്ച് പത്മശ്രീ പുരസ്കാര ജേതാവും തോൽപ്പാവക്കൂത്ത് കലാകാരനുമായ KK രാമചന്ദ്ര പുലവർ, സാമൂഹ്യ മാധ്യമത്തിൽ സ്വാധീനം ചെലുത്തുന്ന പ്രാദേശിക വ്യക്തികൾ എന്നിവരെ മന്ത്രി ആദരിച്ചു. ഉജ്ജ്വല യോജനയ്ക്ക് കീഴിലുള്ള 10 ഗ്യാസ് കണക്ഷനുകളും 20 ഗുണഭോക്താക്കൾക്ക് PM സ്വനിധി മുദ്രാ വായ്പകളുടെ അനുമതി പത്രങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു. BJP പ്രാദേശിക നേതാക്കൾ, സംസ്ഥാന നിർവഹണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ പദ്ധതികൾ വിതരണം ചെയ്യുന്നതിൽ മുൻകാലങ്ങളിലെ അപാകതയുടെ ചങ്ങലകൾ തകർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനപരമായ സംരംഭമായ വികസിത് ഭാരത് സങ്കല്പ് യാത്ര വിജയത്തിന്റെ പ്രകാശഗോപുരമായി മാറിയെന്നും ആദ്യമായാണ് ഭരണത്തിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും പ്രധാനമന്ത്രി നേരിട്ട് അഭിപ്രായം സ്വീകരിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആയുഷ്മാൻ ഭാരത്, ഹർഘർ ജൽ, ഭൂരേഖകളുടെ ഡിജിറ്റൈസേഷൻ, ഓപ്പൺ സൃഷ്ടിക്കുന്നതിനുള്ള ദൗത്യം എന്നിവ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ സ്പോൺസർ ചെയ്യുന്ന പ്രധാന പദ്ധതികളുടെ തത്സമയ നേട്ടങ്ങൾ ഇന്ത്യയിലെ പൗരന്മാർക്ക് ഇപ്പോൾ ലഭിക്കുന്നു എന്നതിൻ്റെ മൂർത്തമായ തെളിവാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ വിജയമെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഗുണഭോക്താക്കളുമായി സംവദിക്കവേ പറഞ്ഞു. And I want to make Ramachandra ji a promise that I will ensure that this beautiful show, which was in Malayalam, will be translated into Hindi and all the other languages so that it can be performed not only in Kerala but in North India, in West India, in the eastern states of India. I will ensure that. ഞാൻ ഒരു കാര്യം ശ്രീ രാമചന്ദ്ര പുലവന് ഉറപ്പ് നൽകുന്നു. ഈ കലാരൂപം ഇന്ത്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ശേഷം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഇത് പെർഫോം ചെയ്യാനുള്ള ഒരു സൗകര്യം ഞാൻ ഒരുക്കുമെന്ന് താങ്കൾക്ക് ഞാൻ വാക്ക് നൽകുന്നു. I can give you a lot of statistics. I can tell you what all has been done, but I have come here to give you a different message. എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സ്ഥിതിപര കണക്കുകൾ വെക്കാം, ഒരുപാട് ഡാറ്റ നിങ്ങളുടെ വയ്ക്കാം. പക്ഷെ ഞാനിവിടെ വന്നിട്ടുള്ള വ്യത്യസ്തമായ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. I can give you very interesting statistics that during the pandemic, Modi ji's government produced more than 220 crore vaccine doses and distributed them free. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ വലിയ